Dear students, I wish to discuss the നമ്മൾ കാൻറ്റിലീവറിൻ്റെ കേസസ് പഠിച്ചു. ഇപ്പോൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസസാണ്. അതിനകത്ത് മൂന്ന് കേസസാണ് വരുന്നത്. ഒന്ന് സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് സെൻറ്റർ, സിംപ്ലി സപ്പോർട്ടഡ് ഫുള്ള് യു ഡി എല്ലുള്ളത്, പിന്നെ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ഇത്തിരി മാറിയിട്ട് കറക്റ്റ് സെൻറ്ററല്ല ഇത്തിരി മാറിയിട്ടുള്ള. അപ്പോൾ ആദ്യമായിട്ട് സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ അറ്റ് ക്യാരിയിങ് എ കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് മിഡ് സ്പാനിൽ സിംപ്ലി സപ്പോർട്ടഡ് കോൺസെൻട്രേറ്റഡ് ലോഡ് വരുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം സിമ്മട്രിക് ആയതുകൊണ്ട് ഇവിടെ W/2 ആണ് റിയാക്ഷൻ, ഇവിടെ W/2 ആണ് റിയാക്ഷൻ. വൈ മാക്സ് ഇതാണ് മാക്സിമം ഡിഫ്ലക്ഷൻ, ഇത് L/2 ആണ്, ഇത് L/2 ആണ്. ഇതിൻ്റെ സ്ലോപ്പ് തീറ്റ എ സെയിം ആണ് രണ്ട് സൈഡിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ R=RB റിയാക്ഷൻ W/2 കാരണം കറക്റ്റ് സെൻറ്ററിലാണ് ലോഡ് വരുന്നത്. കൺസിഡർ ദിസ് എ സെക്ഷൻ XX at a distance X ഫ്രം ദി ലെഫ്റ്റ് എൻഡിൽ നിന്ന് ഇവിടുന്ന് ഒരു X പറഞ്ഞ ഡിസ്റ്റൻസ്, ഇതാണ് നമ്മുടെ XX പറഞ്ഞ ക്രോസ് സെക്ഷൻ. കൺസിഡർ ദ പോർഷൻ AC ഓഫ് ദി ബീം, ഇതാണ് AC ഓഫ് ദ ബീം കൺസിഡർ ചെയ്യുമ്പോൾ AC ഓഫ് ദി ബീം ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡിസ്റ്റൻസ് X ഫ്രം എന്ന് X ഡിസ്റ്റൻസിലുള്ള ബെൻഡിങ് മൊമെൻ്റ് ആണ് കാണാൻ പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ MEA d²y/dx² ആണ്. അതെന്ന് പറഞ്ഞാൽ W/2 × X ആണ് അല്ലേ. X ഡിസ്റ്റൻസിലുള്ള ഉള്ള ബെൻഡിങ് മൊമെൻറ്റ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് X ഇൻറ്റു അപ്പോൾ W/2 കാരണം അത് ക്ലോക്ക് വൈസ് ആണ്, അതാണ് പോസിറ്റീവ്. ഇൻ്റഗ്രേറ്റിംഗ് ഈ ഗെറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും x²/4 കിട്ടും. Wx²/4 + C1 കാണാൻ വേണ്ടി നമ്മൾ x = L/2 അല്ലേ, പകുതി വരെയുള്ള ഡിസ്റ്റൻസ് കൊടുക്കും. ഈ L/2 കൊടുക്കും എക്സിന് L/2, dy/dx 0 കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ആൻസർ നമുക്ക് C1 = -WL²/16 എന്ന് കിട്ടും. -WL²/16 എന്ന് കിട്ടും അല്ലേ. WL² ഇവിടെ 2ൻ്റെ സ്ക്വയർ 4 വരും, 4 × 4 16 വരും. അങ്ങനെ C1നെ ഈക്വൽറ്റിൻ്റെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ മൈനസ് വരും, അപ്പോൾ -WL²/16 വരും. അങ്ങനെ EA dy/dx എന്ന് പറഞ്ഞാൽ Wx²/4 -WL²/16 കാരണം ഈ C1 ഈ ഇക്വേഷനിൽ കൊടുക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് കിട്ടും. ഇനി ഇൻ്റഗ്രേറ്റിംഗ് അഗെയിൻ വി ഗെറ്റ് ആ കിട്ടിയ സാധനത്തോട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, Wx³ 12 -WL²/16 X കാരണം ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ X വരും. പിന്നെ C2 പറഞ്ഞ കോൺസ്റ്റൻ്റ് വരും. C2 കാണാൻ വേണ്ടി Xന് 0, Yക്ക് 0 കൊടുക്കും. അങ്ങനെ വരുമ്പോൾ Xനും Yക്കും 0 കൊടുക്കുമ്പോൾ C2 0 ആയി പോകും. Hence y is equal to EAY is equal to Wx³/12 -WL²/16 WL²/16 X വരും. അങ്ങനെ ഈ C2 0 ആയതുകൊണ്ട് ആ C2ൻ്റെ ടൈം ഇല്ല. ഇനി സ്ലോപ്പ് അറ്റ് എ അടുത്ത ഫിഗറിൽ കാണിച്ച പോലെ സ്ലോപ്പ് അറ്റ് എ പറഞ്ഞാൽ തീറ്റ എ ആണ്. അത് തന്നെയാണ് ആ സ്ലോപ്പ് തന്നെയായിരിക്കും അങ്ങേ സൈഡിൽ, കാരണം സിമ്മട്രിക് ആയതുകൊണ്ട്. സ്ലോപ്പ് അറ്റ് എ സബ്സ്റ്റിറ്റ്യൂട്ട് X = 0 ഇൻ ഇക്വേഷൻ 1ൽ X = നമ്മുടെ ആദ്യം കിട്ടിയ ഇക്വേഷനിൽ, അതായത് ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ ആദ്യം C1ൻ്റെ ഇക്വേഷൻ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയ ഇക്വേഷനാണ്. C1ൻ്റെ വാല്യൂ കൊടുത്ത് കിട്ടിയ ഇക്വേഷനാണ് ഇക്വേഷൻ 1. അതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് X = 0 ഇൻ ഇക്വേഷൻ 1 കൊടുക്കുമ്പോൾ
അവിടുത്തെ സ്ലോപ്പ് കിട്ടും. ഇ ഐ തീറ്റ എ അല്ലേ, ഇ ഐ ഇൻറ്റു തീറ്റ എ മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ, എക്സിന് 0 കൊടുക്കില്ലേ, അപ്പോൾ മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ പ്ലസ് 16 മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പഴയ ഇക്വേഷൻ നോക്കുക, നമ്മൾ മുമ്പ് ചെയ്ത ഇക്വേഷൻ നോക്കുക. അതിൽ എക്സിന് അതിലുണ്ടാകുക തീറ്റ എ ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 4 മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 16 ആണ് ഉണ്ടാവുക. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ ആ ടൈം എക്സിൻ്റെ ടൈം 0 ആയി പോകും. ബാക്കി മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 16 മാത്രമേ ഉണ്ടാവുള്ളൂ. തീറ്റ എ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 16 ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 16 ഇ ഐ എന്ന് കിട്ടും. സ്ലോപ്പ് അറ്റ് ബി ബൈ സിമ്മട്രി രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലേ. സിമ്മട്രിക് ആയതുകൊണ്ട് തീറ്റ എയും തീറ്റ ബി ഈക്വൽ ആണ്. ഡിഫ്ലക്ഷൻ അറ്റ് മിഡ് സ്പാൻ ഈക്വൽ ടു വൈ മാക്സ് ആണ്. മിഡ് സ്പാനിലുള്ള ഡിഫ്ലക്ഷൻ ആണല്ലോ, മിഡ് സ്പാനിലുള്ള ഡിഫ്ലക്ഷൻ ആണല്ലോ മാക്സിമം. അത് ഈ കാണുന്നതാണല്ലോ മാക്സിമം ഡിഫ്ലക്ഷൻ, അത് വൈ മാക്സ് ആയിരിക്കും. അത് എക്സ് ഈക്വൽ ടു എൽ ബൈ 2 എന്ന് കൊടുക്കുക, കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഡിഫ്ലക്ഷൻ വരുന്നത്. അത് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കുക. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ കിട്ടിയില്ലേ, C2ൻ്റെ വാല്യൂ കൊടുത്തിട്ട് കിട്ടുമ്പോൾ വൈ എ ഇസിക്കൽ ടു വൈ മാക്സ് ഇക്കൽ ടു 1/e ഡബ്ല്യു ബൈ 12 എൽ ബൈ 2 ഹോൾ ക്യൂബ് മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 16 ഇൻറ്റു എൽ ബൈ 2 അങ്ങനെ വരും. അങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇക്വേഷനാണ്. അത് അവിടെ കൊടുക്കുമ്പോൾ എൽ ബൈ 2 എന്ന് കൊടുക്കുമ്പോൾ എക്സിന് എൽ ബൈ 2 എന്ന് കൊടുക്കുമ്പോൾ അവിടെ എൽ ക്യൂബ് ബൈ 2ൻ്റെ ക്യൂബ് 8 വരും. 8 ഇൻറ്റു 12 ആണ് 96 വരുന്നത്. പിന്നെ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 16 ഇൻറ്റു എക്സ് ആണ്. എക്സിന് എൽ ബൈ 2 കൊടുക്കുമ്പോൾ അവിടെയും ഡബ്ല്യു എൽ ക്യൂബ് ബൈ 32 എന്ന് വരും. അതാണ് അത് സോൾവ് ചെയ്യുമ്പോൾ മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 48 ഇ എന്ന് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ വൈ മാക്സ്. അപ്പോൾ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ അറ്റ് സി വൈ മാക്സ് ഈക്വൽ ടു മൈനസ് 5c. ഈ ഡൗൺവേർഡ് വന്നതുകൊണ്ടാണ് ഈ മൈനസ് ഇപ്പുറം ചാടിയുകൊണ്ട് ഡബ്ല്യു എൽ ക്യൂ ബൈ 48 ഇ ഐ. അല്ലെങ്കിൽ ഇത്രയും വരെ ചെയ്താലും മതി. ഇനി അടുത്ത വേറൊരു കേസാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിയിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓൺ ദി എൻറ്റയർ സ്പാൻ അല്ലേ. യു ഡി എല്ലാണ് എൻറ്റയർ സ്പാനിൽ വരുന്നത്. ഇത് യു ഡി എല്ലിൽ ഇങ്ങനെ വരുമ്പോൾ സിംപ്ലി സപ്പോർട്ടിന് ഇവിടെ ഡബ്ല്യു എൽ ബൈ 2 ആണെന്ന് നമുക്കറിയാം. ടോസ് 1 പഠിച്ച പോലെ ഡബ്ല്യു എൽ ബൈ 2 ആണെന്ന് നമുക്കറിയാം അല്ലേ. പിന്നെ ഡിഫ്ലക്ഷൻ ഇങ്ങനെ തന്നെ വരിക. അപ്പോൾ കൺസിഡർ ആർ എ സിക്കൽ ടു ആർ ബി സിക്കൽ ടു ഡബ്ല്യു എൽ ബൈ 2 എന്ന് വരും. കൺസിഡർ സെക്ഷൻ എക്സ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദി ലെഫ്റ്റ് എൻഡ്. ലെഫ്റ്റ് എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലുള്ള ഒരു മൊമെൻ്റ് എടുക്കുമ്പോൾ എം സിക്കൽ ഡബ്ല്യു എൽ ബൈ 2 ഇൻറ്റു എക്സ് മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2. മൊമെൻ്റ് ഡബ്ല്യു എൽ ബൈ 2 ഇൻറ്റു എക്സ് ഡബ്ല്യു എക്സ് ബൈ 2 എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരാൻ കാരണം അത് യു ഡി എല്ലിനാണ്. ഇത് റിയാക്ഷൻ്റെ ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2 എന്നുള്ള ഇത് ഡബ്ല്യു എക്സ് ബൈ 2 എന്നാൽ ഡബ്ല്യു പറഞ്ഞ ലോഡും എക്സ് ആ ഡിസ്റ്റൻസും ബൈ 2 ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരാൻ കാരണം ആ ഡിസ്റ്റൻസിൻ്റെ ആ മൊമെൻ്റ് കണ്ടാണ്. അപ്പോൾ ഇത് പോയിൻ്റ് ലോഡ് റിയാക്ഷൻ്റെ ഇത് യു ഡി എല്ലിൻ്റെ ആണ് മൊമെൻ്റ് എക്സ് വരുന്നത്. ഇൻ്റഗ്രേറ്റ് വൺസ് ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡബ്ല്യു എൽ എക്സ് സ്ക്വയർ ബൈ 4ഉം ഡബ്ല്യു എക്സ് ക്യൂബ് ബൈ 6ഉം വരും. C1 എന്നുള്ളൊരു ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് ഉണ്ടാവും.
ഡ്യൂ ടു ഇത് ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് ഡെറിവേഷൻസ് ഒപ്പം എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മുമ്പ് ചെയ്ത പോയ ഏകദേശം ഫെമിലിയർ സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ തേർഡ് മൊഡ്യൂൾ ഇത്തിരി കൂടി വാസ്റ്റാണ് കമ്പയറിങ് ടു ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ ആകെ ഒരു 20 പേജേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഈ മൂന്നാമത്തെ ഡെറിവേഷനും കൂടി കഴിഞ്ഞിട്ട് അതിന് 2-3 പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ അത് ഈ തേർഡ് മൊഡ്യൂൾ പകുതിയാവുള്ളൂ. പകുതി ആയതിൻ്റെ ശേഷം ഞാൻ ഫോർത്ത് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തേർഡ് മൊഡ്യൂളിൻ്റെ നെക്സ്റ്റ് ഹാഫ് എടുക്കുള്ളൂ. ഓക്കെ, സിമ്പിളാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുക. നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം, ഷിയർ ഫോഴ്സ് ഡയഗ്രം, റിയാക്ഷൻസും സ്ലോപ്പും ഡിഫ്ലക്ഷനും ഒന്നും ഇല്ലാണ്ട് പഠിക്കാൻ പറ്റില്ല ഏത് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഏത് ഭാഗത്ത് പോവുകയാണെങ്കിലും. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുക. എല്ലാം ഏകദേശം ഒരേ പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ഡ്യൂ ടു സിമെട്രിക്കൽ ലോഡിംഗ് മാക്സിമം ഡിഫ്ലക്ഷൻ occurs at mid-span and at that point slope is 0. അല്ലേ, ആ പോയിന്റിൽ സ്ലോപ്പ് 0 ആണ്. മിഡ് സ്പാനിലാണ് ഏറ്റവും ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. അല്ലേ, മിഡ് സ്പാനിലാണ് ഏറ്റവും ഡിഫ്ലക്ഷൻ ഉണ്ടാവുക, കാരണം സിമെട്രിക്കൽ ലോഡിംഗ് ആണ്. അറ്റ് x = L/2 dy/dx 0 ആണ്. അല്ലേ, അവിടെ സ്ലോപ്പ് ഇല്ല, dy/dx 0 ആണ്. hence EI × 0 WL EI × 0, അതുകൊണ്ട് തന്നെ EI × 0 WL/4 × x-ന് നമ്മൾ L/2 കൊടുത്താൽ L/2 ഹോൾ സ്ക്വയർ മൈനസ് W/6 L/2 ഹോൾ ക്യൂബ് പ്ലസ് C1. അങ്ങനെ നമുക്ക് C1ൻ്റെ ഇക്വേഷൻ കിട്ടും. C1ൻ്റെ ഇക്വേഷൻ കാണാനാണ് വേണ്ടിയാണ് ഇപ്പോൾ ചെയ്തത്. എന്താ ചെയ്തതെന്ന് വെച്ചാൽ x-ന് L/2 dy/dx-ന് 0 കൊടുക്കും. കാരണം അവിടെ x-ന് L/2 കൊടുക്കുമ്പോൾ അവിടെ സ്ലോപ്പ് 0 ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. മുമ്പ് ചെയ്ത പോലെയുള്ള അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ C1ന് നമുക്കൊരു വാല്യൂ കിട്ടും. വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് WL3/16 മൈനസ് WL3/48 ആണ്. ഓക്കെ, അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ C1 = മൈനസ് WL3/24 എന്ന് കിട്ടും. കാൽക്കുലേറ്റർ ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ടത്, കാൽക്കുലേറ്റർ ഇട്ട് അങ്ങ് ചെയ്താൽ മതി. ഈ ഇക്വേഷൻ ഈ ആൻസർ ഒറ്റയടിക്കാൻ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് C1 നമ്മളെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. C1 ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ EA dy/dx WLx²/4 മൈനസ് WS3/6 മൈനസ് WL3/24 എന്ന് വരും. ഈ കിട്ടിയ ഇക്വേഷൻ ഒരു പ്രാവശ്യം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് x ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ EI y എന്ന് വരും. പിന്നെ WLx³/12 മൈനസ് WX⁻⁴/24 മൈനസ് WL3x/24 പ്ലസ് C2 എന്ന് വരും. ഓക്കെ, പ്ലസ് C2 എന്ന് വരും. ഇനി നമുക്ക് C2ൻ്റെ വാല്യൂ കാണാൻ വേണ്ടി x-ന് 0 y-ക്കും 0 കൊടുക്കും. C2 0 ആയി പോകും. C2 0 ആണ്. അങ്ങനെ വരുമ്പോൾ hence EI y = ഈ C2 എന്ന് പറഞ്ഞ ടേം 0 ആയി പോകും. ഇത് 0, അതിന് വാല്യൂ ഒന്നും ഇല്ലാണ്ടായി പോകും. C2 0 ആയി പോകും. C2 ഈ C2 0 ആയി പോകും. അങ്ങനെ വരുമ്പോൾ EI y = WLx³/12 മൈനസ് WX⁻⁴/24 മൈനസ് WL3x/24 എന്നുള്ള ഇത് വരും. ഇതാണ് നമ്മളെ ഫിഗർ. സ്ലോപ്പ് അറ്റ് A സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 1 കൊടുക്കുക. സ്ലോപ്പ് അറ്റ് A കാണാൻ വേണ്ടി, സ്ലോപ്പ് അറ്റ് A പറഞ്ഞാൽ ഇവിടെയുള്ള സ്ലോപ്പ് കാണാൻ വേണ്ടി ഇക്വേഷൻ 1 കൊടുക്കുമ്പോൾ x = 0 ഇക്വേഷൻ 1 കൊടുക്കുമ്പോൾ EI θA മൈനസ് WL3/24 കിട്ടും. θA എന്ന് പറഞ്ഞാൽ WL3/24 EI. ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ C1ൻ്റെ ഇത് കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ഈ ഇക്വേഷനാണ് ഇക്വേഷൻ 1. അവിടെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ x-ന് 0 കൊടുക്കും.
ഇക്വേഷൻ 1-ൽ എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം ബാക്കിയുള്ള എക്സിന് 0 കൊടുക്കുമ്പോൾ ഇല്ലാണ്ടായി പോകും. dy/dxന് തീറ്റ എ എന്ന് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ EI തീറ്റ എ മൈനസ് WL3/24. തീറ്റ എ എന്ന് പറഞ്ഞാൽ WL3/24 EI എന്ന് കിട്ടും. കാരണം dy/dx എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പാണ്. അങ്ങനെയാണ് തീറ്റ എ എന്ന് കൊടുക്കുന്നത്. dy/dxന് പകരമാണ് തീറ്റ എ എന്ന് കൊടുക്കുന്നത്. ബൈ സിമെട്രി തീറ്റ ബി ഈക്വൽ ടു മൈനസ് തീറ്റ എ ആണ്. അപ്പോൾ WL3/24 EI ഒരു മൈനസ് സൈനിൻ്റെ ഡിഫറൻസ് ഉണ്ട്, പക്ഷേ ഈക്വൽ ആണ്. മാക്സിമം ഡിഫ്ലക്ഷൻ അറ്റ് സി. അല്ല രണ്ടും ഈക്വലാണ്. തീറ്റ ബിയും തീറ്റ എയും ഈക്വലാണ്, ഡിഫറൻസ് ഒന്നുമില്ല. ഇനി അടുത്ത മാക്സിമം ഡിഫ്ലക്ഷൻ അറ്റ് സി. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻറ്ററിലുള്ള ഡിഫ്ലക്ഷനാണ് പറയുന്നത്. മാക്സിമം ഡിഫ്ലക്ഷൻ അറ്റ് സി x ഈക്വൽ ടു L/2 കൊടുത്തു കഴിഞ്ഞാൽ EI YC എന്ന് കൊടുക്കുമ്പോൾ ഇക്വേഷൻ 2-ൽ കൊടുക്കുക. ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് C2-ൻ്റെ വാല്യൂ കൂടി കൊടുത്ത് കിട്ടുന്നത്. രണ്ടാം പ്രാവശ്യം നെഗ്ലേറ്റ് ചെയ്ത് C2 എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ് C2 0 ആയി പോകും, പക്ഷേങ്കിൽ അതും കൊടുത്ത് കിട്ടുന്നതാണ് ഇക്വേഷൻ 2. അവിടെ എക്സിന് L/2 എന്ന് കൊടുക്കുക. എക്സിന് L/2 എന്ന് കൊടുക്കുമ്പോൾ ആ ഇക്വേഷനിലിട്ട് കൊടുക്കുമ്പോൾ EI YC is equal to WL/12 L/2 whole cube minus W/24 L/2 whole raised to 4 minus WL3/24 into L/2 എന്ന് വരും. WL raised to 4 by 96 minus WL raised to 4 by 384 minus WL raised to 4 by 48. ഒരു സോൾവ് ചെയ്യുമ്പോൾ മൈനസ് 5/384 WL raised to 4 EI. ഇതൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട. ഇത് ഇതേമാതിരി L raised to 4 by 96 മാറ്റിയിട്ട് 1/96 മൈനസ് 1/384 മൈനസ് 1/48 എന്നുള്ള നമ്മളെ കാൽക്കുലേറ്ററിൽ ഒറ്റയടിക്കാൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മൈനസ് 5/384 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ ഈ കോൺസ്റ്റൻറ്റ് കൂടി അങ്ങ് എഴുതിയെടുത്താൽ മതി. ഈ EI എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തുനിന്ന് വരുന്നതാണ്, ഇക്വേഷൻ ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തുനിന്ന് വരുന്നതാണ്. അങ്ങനെ നമുക്ക് ഫൈനലായിട്ട് മാക്സിമം ഡിഫ്ലക്ഷൻ YC 5/384 WL raised to 4 by EI. ഞാൻ മുമ്പത്തെ ഡെറിവേഷനിലൊക്കെ പറഞ്ഞ പോലെ ഈ മൈനസ് സൈൻ ഇപ്പോൾ ഇതിനകത്തില്ല. അത് ഇല്ലാണ്ടിരിക്കാൻ കാരണം ഇതിവിടെ ഡൗൺവേർഡ് എന്ന് എഴുതി വെച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് പ്രസൻറ്റേഷൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ് DS.